പ്രൈസ് ദ ലോർഡ്. ഇന്നത്തെ നമ്മുടെ ലെസൺ 16. ദാവീദ് രാജാവാകുന്നു. ഡേവിഡ് ബിക്കംസ് കിങ്. നമുക്ക് പഠിക്കാനുള്ള പോർഷൻസ് 2 സാമുവേൽ 2 verses 1 to 15, 4 verses 4 to 5, 5 verses 1 to 7, 6 verses 1 to 11, 8 chapter, 10 chapter, 11th, 12th, then 16 verses 4, 19 verses 24 to 30, 1 Chronicles 15 verses 1 to 29. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ള പാഠഭാഗം 2 സമൂവേലിലും 1 ദിനവൃത്താന്തത്തിലും വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. നമ്മുടെ മനപ്പാഠവാക്യം സാംസ് 31 verses 1. In you, O Lord, I put my trust. Let me never be ashamed. Deliver me in your righteousness. യഹോവേ, ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു. ഞാൻ ഒരു നാളിൽ ലജ്ജിച്ചു പോകരുതേ. നിന്റെ നീതി നിമിത്തം എന്നെ വിടുവിക്കണമേ. സങ്കീർത്തനങ്ങൾ 31:1. നമ്മുടെ പാഠഭാഗത്തിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഗോഡ് വിൽ ലിഫ്റ്റ് അപ്പ് അസ് up in the due time if we humble ourselves under his mighty hand. ദൈവം തക്ക സമയത്ത് നമ്മെ ഉയർത്താൻ ദൈവത്തിൻ്റെ കയ്യിൽ നാം ഹംബിളായിട്ട് താഴ്മയോടുകൂടി ഇരിക്കണം. വി ഷുഡ് ബി താങ്ക്ഫുൾ ടു ഗോഡ് ഫോർ എവറിഥിങ്. ദൈവത്തോട് നമ്മൾ എപ്പോഴും നന്ദിയുള്ളവരായിരിക്കണം. വെൻ വി ആർ എക്സോൾട്ടഡ് ഇൻ ആർ ലൈഫ്, ഇറ്റ് ഷുഡ് നോട്ട് മേക്ക് us സ്ലോ ഇൻ അവർ സർവീസ് ടു ഗോഡ്. ദൈവം നമ്മെ ഉയർത്തുമ്പോൾ ദൈവകാര്യങ്ങളിൽ നമ്മളുടെ ശ്രദ്ധ കുറയാതിരിക്കാനായിട്ട് നാം ശ്രമിക്കണം. നാം തെറ്റുകളിലൊന്നും ഇടപെടരുത്. സാഹചര്യങ്ങൾ നിമിത്തമാണ് നമ്മളൊക്കെ തെറ്റിന് പ്രേരിപ്പിക്കപ്പെടുന്നത്. എന്നാൽ ദൈവഹിതപ്രകാരമുള്ള മനുഷ്യൻ പാപം ചെയ്യാത്തവനല്ല. പാപത്തെക്കുറിച്ച് ദുഃഖിച്ച് അത് ആവർത്തിക്കാതെ ഇരിക്കുന്നവനാണ്. A man according to the heart of God may fall in sin, but he repents about it and gets victory over it by the grace of God. അതായത് ദൈവം നമ്മെ ഉയർത്താൻ ദൈവത്തിൻ്റെ കരങ്ങളിൽ താണിരിക്കണം. ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കണം. ദൈവം നമ്മെ ഉയർത്തുമ്പോൾ ദൈവകാര്യങ്ങളിൽ നമ്മുടെ ശ്രദ്ധയൊന്നും കുറഞ്ഞു പോകരുത്. തെറ്റുണ്ടാകത്തക്ക സാഹചര്യങ്ങളിൽ ഇടപെടരുത്. തെറ്റ് ചെയ്യരുത്. എന്നാൽ സാഹചര്യ നിമിത്തം നാം എപ്പോഴെങ്കിലും തെറ്റ് ചെയ്തു പോയാൽ ദൈവത്തിൻ്റെ ഹിതപ്രകാരമുള്ള ഒരു മനുഷ്യനെ പോലെ പാപത്തെക്കുറിച്ച് അനുതപിക്കുകയും ദൈവത്തോട് ക്ഷമ പറയുകയും അത് ആവർത്തിക്കാതിരിക്കാൻ ശ്രമിക്കുകയും ചെയ്യേണ്ടതാണ്. രാജാവായിരുന്ന ശൗലും തൻ്റെ മകനായ ജോനാഥാനുമൊക്കെ മരിച്ചുപോയി. അപ്പം ഇനിയിപ്പോൾ ഇസ്രായേലിന് രാജാവില്ലാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. ദൈവം ഇസ്രായേലിനെ രാജാവാക്കി വെച്ചത് ദാവീദിനെയാണ്. എങ്കിലും ശൗലിൻ്റെ കമാൻഡറായിട്ടുണ്ടായിരുന്ന അബ്നേർ ശൗലിൻ്റെ ഒരു മകനായ ഈഷ്ബോശത്തിനെ രാജാവാക്കി വെച്ചു. അങ്ങനെ അവൻ മഹനീയൻ തലസ്ഥാനമാക്കി 2 വർഷം രാജാവായി വാണു. ആ സമയത്ത് ദാവീദ് യഹൂദയുടെ മാത്രം രാജാവായിട്ട് വാണുകൊണ്ടിരിക്കുകയാണ്. 7 വർഷവും 6 മാസവുമാണ് ദാവീദ് യഹൂദയുടെ രാജാവായിട്ട് വാണത്. ആ സമയത്തെല്ലാം ദാവീദിൻ്റെ ഗ്രഹവും ശൗലിൻ്റെ ഗ്രഹവും തമ്മിൽ വഴക്കായിരുന്നു. പണ്ട് മുതലേ ശൗലിന് ദാവീദിനെ കണ്ടുകൂടാ. ശൗൽ എപ്പോഴും ദാവീദിനെ ഉപദ്രവിക്കുമായിരുന്നു. അതുപോലെ തന്നെ ആ ക്വാറൽ കണ്ടിന്യൂ ചെയ്തു പോന്നു. അങ്ങനെ ഇരിക്കെ അബ്നേറും ഈഷ്ബോശത്തും തമ്മിൽ ഒരു ഭയങ്കര വഴക്ക് നടന്നു. അങ്ങനെ അബ്നേർ അവിടുന്നോടി എവിടെ വന്നു? ദാവീദ് രാജാവിൻ്റെ അടുത്ത് വന്നു. അതായത് ശൗലിൻ്റെ മോനായിട്ടുള്ള ഈഷ്ബോശത്തും ഈഷ്ബോശത്തിനെ രാജാവാക്കാൻ സഹായിച്ച ശൗലിൻ്റെ കമാൻഡറും ആയ അബ്നേറും തമ്മിൽ ഭയങ്കര വഴക്ക് നടന്നിട്ട് അവർ രണ്ടുപേരും കൂടി പിണങ്ങി. അബ്നേർ ഇപ്പം ദാവീദുമായി കൂട്ടിന് വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. എന്നാൽ അവിടെ വന്ന അബ്നേറിനെ യോവാബ് കൊന്നുകളയുകയാണ് ചെയ്യുന്നത്.
ഈ യോവാബിൻ്റെ സഹോദരനായ അസാഹേലിനെ കൊന്നുകളഞ്ഞത് ഈ അബ്നേറായിരുന്നു. എന്നാൽ ഈ യോവാബ് ചെയ്ത പ്രവൃത്തി ദാവീദിന് ഒരുപാട് ദുഃഖമുണ്ടാക്കി. ഈ സമയത്ത് നമ്മുടെ ഈഷ്ബോശത്ത് അബ്നേറിൻ്റെ സ്ഥാനത്ത് ബാന രേഖാസ് എന്ന് പറയുന്ന 2 പേരെ കമാൻഡർമാരാക്കി നിർത്തി. They killed Ishbosheth when he was asleep. അപ്പം ഈഷ്ബോഷത്ത് ഉറങ്ങിയ സമയത്ത് ആ 2 കമാൻഡേഴ്സും കൂടി ഈഷ്ബോഷത്തിനെ കൊന്നുകളഞ്ഞു. അങ്ങനെ ആ രാജ്യം ദാവീദിന് സ്ഥിരമായി. അതായത് ഇനിയിപ്പം യഹൂദയുടെ മാത്രം രാജാവല്ല ദാവീദ്, ഇസ്രായേലിൻ്റെയും കൂടി രാജാവായിട്ട് ദാവീദ് മാറി. ദാവീദ് രാജാവായ സമയത്ത് ശൗലിൻ്റെ കുടുംബത്തിൽ ആകെ കൂടെ ശേഷിച്ചിരുന്ന ഒരേ ഒരു വ്യക്തി യോനാഥാൻ്റെ 5 വയസ്സ് പ്രായമുള്ള മോനായിരുന്നു. അവൻ്റെ പേര് മെഫിബോശത്ത് എന്നായിരുന്നു. അതായത് ശൗലിൻ്റെ മകനായ യോനാഥാൻ്റെ മകനായിരുന്നു ഈ മെഫിബോശത്ത്. മെഫിബോശത്തിൻ്റെ നേഴ്സ് ഈ മെഫിബോശത്തിനെ എടുത്തുകൊണ്ട് ഓടിപ്പോയായിരുന്നു ഈ ഒരു യുദ്ധം വന്നപ്പോഴത്തേക്കിനും. അപ്പം ഓടിപ്പോയപ്പോൾ ഈ കുഞ്ഞ് കയ്യിൽ നിന്ന് താഴെ വീണ് അതിന് നടക്കാൻ പറ്റാത്തതുപോലെ ആയിപ്പോയി. അങ്ങനെ നമ്മുടെ ദാവീദ് രാജാവായപ്പോൾ ചോദിക്കുകയാണ്, ശൗലിൻ്റെ കുടുംബത്തിലെ ആൾക്കാരോട് ദയ കാണിക്കേണ്ടതിന് അവിടെ ആരെങ്കിലും ശേഷിച്ചിട്ടുണ്ടോ? അങ്ങനെ ശൗൽ ഗൃഹത്തോട് ദയ കാണിക്കാൻ വേണ്ടി ദാവീദ് അവനെ ആളയച്ച് വിളിപ്പിച്ചു. ടു മേഴ്സി ടു ദ ഹൗസ് ഓഫ് സൗൾ David sent men and brought him to the palace. He talked to him in love and gave him all the inheritance of his grandfather Saul. David also gave him the right to eat from the king's table. രാജാവിൻ്റെ കൂട്ടത്തിൽ മേശയിലിരുന്ന് ഭക്ഷണം കഴിക്കാനും അവനെ അനുവദിച്ചിരുന്നു. ഇനി മെഫിബോശത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം ലജ്ജയെ മറികടന്നവൻ എന്നാണ്. വൺ ഹൂ ഓവർകംസ് ഷെയിം. എന്നാൽ കുറേ കാലങ്ങൾ കഴിഞ്ഞിട്ട് ദാവീദിൻ്റെ മകനായ അബ്ശാലോം ദാവീദിനെ ഓടിച്ചു വിട്ടു. അതായത് രാജാവാകാൻ വേണ്ടിയിട്ട് അബ്ശാലോം ശ്രമിച്ചപ്പോൾ ദാവീദിന് ജീവരക്ഷാർത്ഥം ഓടിപ്പോവേണ്ടതായിട്ട് വന്ന് അന്ന് ഈ മെഫിബോശത്ത് കൂടെ പോയില്ല.